ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ അധികം ആളുകൾക്കും വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് എവിടെയാണ് എ ചേർക്കേണ്ടത്, എവിടെയാണ് ആൻ ചേർക്കേണ്ടത്, എവിടെയാണ് ദ ചേർക്കേണ്ടത്. ഈ ദ എന്നാണോ വായിക്കേണ്ടത്, ദി എന്നാണോ വായിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾക്ക് അധിക സമയങ്ങളിലും വരാറുണ്ട്. അപ്പം ഈ ഒരു സംശയത്തിനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾ മലയാളത്തിൽ ഒരു എന്ന ഒരു അർത്ഥം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ അത് പഠിക്കാം. ഞാനൊരു ബാഗ് വാങ്ങി എന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ ഐ ബോട്ട് എ ബാഗ് എന്ന് പറയാം. എന്നാൽ രണ്ടാമതായി നിങ്ങൾ ആ ഒരു ബാഗിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ആ ബാഗ് വളരെ മനോഹരമായിരുന്നു. അപ്പൊ രണ്ടാമത്തെ സെന്റൻസിൽ ഞാൻ ഉപയോഗിക്കേണ്ടത് എ ബാഗ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നല്ല, മറിച്ച് ദ ബാഗ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് എ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ദ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ജനറൽ ആയിട്ട് നമ്മളൊരു വിഷയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു ബാഗ് വാങ്ങി എന്ന് പറയുമ്പോൾ അവിടെ ഏത് ബാഗ് എന്നുള്ളത് ഒരു സ്പെസിഫിക് അല്ല. അപ്പം ജനറൽ ആയിട്ട് നമ്മളൊരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഒരു എന്നൊരർത്ഥം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ആ ബാഗിനെ കുറിച്ച് മെൻഷൻ ചെയ്തപ്പോൾ ജനറൽ ബാഗുകളിൽ നിന്ന് ഒരു ബാഗിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത് ബാഗിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവിടെ ഒരിക്കലും നമുക്ക് എ എന്ന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് ആൻ യൂസ് ചെയ്യേണ്ടത്. അതായത് ഞാൻ പറയുകയാണ്, ഞാനൊരു കുട വാങ്ങി. നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ ഐ ബോട്ട് എ അംബർല എന്നല്ല പറയുക, മറിച്ച് ആൻ അംബർല എന്നാണ്. അതായത് വവൽസിന്റെ ശബ്ദം, വവൽസ് അല്ല, വവൽസിന്റെ ശബ്ദം വരികയാണെങ്കിൽ അവിടെ നമ്മൾ നിർബന്ധമായിട്ടും ആൻ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എ യൂണിവേഴ്സിറ്റി എന്നാണ് നമ്മൾ പറയുക. അവിടെ ആൻ യൂണിവേഴ്സിറ്റി എന്ന് പറയാറില്ല. കാരണം അവിടെ യൂണിവേഴ്സിറ്റിയുടെ തുടക്കം യു ആണെങ്കിലും അവിടെ ശബ്ദം വരുന്നത് വൈ, യ എന്നുള്ള ശബ്ദമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എ യൂണിവേഴ്സിറ്റി എന്നാണ് പറയാറുള്ളത്. പക്ഷേ എന്നാൽ നമ്മൾ ഒരു മണിക്കൂർ എന്നതിന് എ അവർ എന്നല്ല പറയുക, മറിച്ച് ആൻ അവർ എന്നാണ്. കാരണം അതിൻ്റെ തുടക്കത്തിൽ വരുന്ന എച്ച് അവിടെ സൈലന്റ് ആണ്. അപ്പം വവൽസ് അല്ല, വവൽസിന്റെ ശബ്ദം വരികയാണെങ്കിൽ അവിടെ നമ്മൾ എ അല്ല ഉപയോഗിക്കേണ്ടത്, ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ദ ഉപയോഗിക്കേണ്ട ചില സ്ഥലങ്ങളെ കുറിച്ചാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആകാശം അതൊരു യുണീക്കായിട്ടുള്ള സംഭവമാണ്. അവിടെ നമ്മൾ ദ ഉപയോഗിക്കൽ നിർബന്ധമാണ്. ദ സ്കൈ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും ദ ചേർക്കാൻ പാടുള്ളതല്ല. ദ ഇന്ത്യ, ദ കാനഡ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പേരിൻ്റെ മുമ്പിൽ ഒരു പൊളിറ്റിക്കൽ ടൈറ്റിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ദ ചേർക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അവിടെ യുണൈറ്റഡ് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ടൈറ്റിൽ വന്നതുകൊണ്ട് അവിടെ നിർബന്ധമായിട്ടും നമ്മൾ ദ ചേർക്കേണ്ടതാണ്. ഓക്കെ, പിന്നൊരു സംശയം നിങ്ങൾക്കുള്ളത് എവിടെയാണ് നമ്മൾ ദ വായിക്കേണ്ടത്, എവിടെയാണ് ദി വായിക്കേണ്ടത് എന്നാണ്. വവൽസിന് മുമ്പിലാണ് THE വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ദി എന്നാണ് വായിക്കേണ്ടത്. എന്നാൽ വവൽസ് അല്ലാത്ത വാക്കുകൾ വരികയാണെങ്കിൽ
അവിടെ നമ്മൾ ദ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ എവിടെയാണ് എ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ആൻ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ദ ഉപയോഗിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.